അസ്സലാമു അലൈക്കും മർഹബൻ അഹ്ലം വസഹ്ല. ഇന്ന് കേട്ടറ്റ് പെഡഗോജിയുടെ കാറ്റഗറി 4 പെഡഗോജിയുടെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് നമുക്ക് നോക്കി പോവാം. ഒന്നാമത്തെ ചോദ്യം, അൽ കലിമത്തു അൽ മുതദാവിലത്തു അല്ലെ അസ്ഫുദ്ദിമാ. അസ്ഫുദ്ദിമാന് ഇംഗ്ലീഷിൽ പറയുന്ന അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണെന്നാണ് ചോദ്യം. നമ്മൾ ഈ അറബീൻ്റെ ട്രാൻസ്ലേഷൻ്റെ പ്രത്യേകത, ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. ഈ വേർഡുമായിട്ട് മറ്റ് നമുക്ക് പരിചയമുള്ള വേർഡുകൾ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ദിമാഗ് എന്നാൽ ബ്രെയിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലായിടത്തും ബ്രെയിൻ ഉണ്ട്. അടുത്ത അസഫ, ഒരു കാറ്റ്, കൊടുങ്കാറ്റാണ് പറയാം. അപ്പോൾ ഇതിൽ കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട വേർഡ് സ്റ്റോമിങ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിന് ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായ ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം, വലാ തൻസ നസീബക മിനദ് ദുനിയ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നീ നിൻ്റെ ലോകത്തിലുള്ള നീ ചെയ്യേണ്ട ദൗത്യങ്ങൾ നീ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് പ്രശ്നം എന്നാണ് ക്വസ്റ്റ്യൻ. അൽ ഖതഉ ഫി അലാമത്തി തർക്കീമി, ഇതിൻ്റെ പങ്ക്ച്വേഷനിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? അൽ ഖതഉൽ ഇംലായി, റൈറ്റിംഗ് സ്റ്റൈലിലുള്ള പ്രശ്നമാണോ? അൽ ഖതഉ ഫിൽ ഉസ്ലൂബ്, അതിൻ്റെ സ്ട്രക്ചറുകളിലുള്ള പ്രശ്നമാണോ? അൽ ഖതഉ നഹ്വി, ഗ്രാമറ്റിക്കൽ ഇഷ്യൂ ആണോ? അപ്പോൾ ഇതിൽ നോക്കാം. വലാ തൻസ നസീബക മിനദ് ദുനിയ, ഇവിടെ പങ്ക്ച്വേഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും ആൻസർ അല്ല എന്ന് ബോധ്യപ്പെട്ടു. അൽ ഖതഉൽ ഇംലായി, ഇംലായിയായ ഖത ഉണ്ടോയെന്ന് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ലാ തൻസ, ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത അൽ ഖതബ് ഫിൽ ഉസ്ലൂബ്, സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? വായിൽ പറയേണ്ട സ്ഥാനത്ത് മഫ്ഉൽ വന്നിട്ടുണ്ടോ? ഇല്ല. വലാ തൻസ നസീബക ഫിൽ ദുനിയ, ആ സ്ട്രക്ചർ ക്ലിയർ ആണ്. അപ്പോൾ ഇതുമല്ല. നമുക്ക് ഡൗട്ടുള്ളത് ഈ തൻസൻ്റെ അവിടെ ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ടോ ഇല്ല എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെ നിയമം പരിശോധിക്കാം. ഇത് അംബ്രഫീല് നെഹീഫീല്, ഇത് നെഹീഫീലാണ്. വലാ തൻസ, നീ മറക്കരുത്. അപ്പം അറബി നിയമപ്രകാരം ഇല്ലത്തിൻ്റെ അറഫ് വന്നാൽ, ഇല്ലത്തിൻ്റെ അറഫ് എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ ആണ്. ഈ ഹറഫുകൾ എൻഡിങ്ങിലായിട്ട് ഒരു ഫെയിലിൽ വന്നു. ആ ഫെയില് അംബ്രഫയിലോ നെഹിയായ ഫെയിലോ ആണ് എന്നുണ്ടെങ്കിൽ അംബ്രൻ്റെയും നെഹിയുടെയും അവസരത്തിൽ ആ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയണം എന്നാണ് നിയമം. അപ്പം ഇവിടെ ലാ തൻസ, നസിയ യൻസ, അവിടെ ലാസ്റ്റ് ഹറഫ് ഇല്ലത്തിൻ്റെ ഹർഫാണ്. പക്ഷേ ഇവിടെ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയാതെ വന്നു. അങ്ങനെ കളയാതെ വരാൻ പാടില്ല, തൻസ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതൊരു ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കാണ്. റൈറ്റിംഗ് മിസ്റ്റേക്ക് എന്ന് പറയൽ ഇങ്ങനെയല്ല. എന്തെങ്കിലും എഴുത്തിൽ ഇപ്പോൾ അംസിന് യാൻ്റെ മുകളിൽ എഴുതേണ്ട അവസ്ഥ ഉണ്ടാവും, വാവിൻ്റെ മുകളിൽ എഴുതേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് റൈറ്റിംഗ് മിസ്റ്റേക്കിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ റൈറ്റിംഗ് മിസ്റ്റേക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇത് നഹ്വിയായ ഒരു പ്രശ്നമാണ്. ഇല്ലത്തിൻ്റെ ഹർഫ് പറയേണ്ടാത്ത സ്ഥലത്ത് പറഞ്ഞ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അൽ ഖതഉ നഹ്വിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, അ തഷ്ഖീസു അൽ ഇലാജി, അ തദ്രീസു തഷ്ഖീസുൽ ഇലാജി എന്ന ഒരു മെത്തഡോളജി ഉണ്ട്, ടീച്ചിങ് മെത്തഡോളജി. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാമെന്നാണ് ചോദ്യം. കോമ്പൻസേറ്റീവ് ടീച്ചിങ് ആണോ, റെമഡിക്കൽ ടീച്ചിങ് ആണോ, ഇൻറ്റൻസീവ് ടീച്ചിങ് ആണോ, കോംപ്രഹെൻസീവ് ടീച്ചിങ് ആണോ? ഇതിൽ ഈ അറബി വേർഡ് തന്നെ ആൻസർ ഉണ്ട്. ഇലാജി, ഇലാജ് എന്ന് പറഞ്ഞാൽ റെമഡി, ചികിത്സയാണ്, അല്ലെങ്കിൽ പരിഹാരമാണ്. അപ്പോൾ അവിടെ തന്നെ റെമഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ കിട്ടി. റെമഡിക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികളുടെയും ആ വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് എന്ന് പഠിച്ച് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ അധ്യാപനം നടത്തുന്ന രീതിയാണ് റെമഡിക്കൽ ടീച്ചിങ്. അപ്പോൾ ഇത് റെമഡിക്കൽ ടീച്ചിങ് ആണ് ഇതിൻ്റെ ആൻസർ. കോമ്പൻസേറ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ പരിഹരിക്കലാണ്. ഇൻറ്റൻസീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവസാന തീവ്ര പരിശീലനം, എക്സാമിനോടൊക്കെ അടുത്ത് നടത്തുന്ന ഡീപ്പായ, അല്ലെങ്കിൽ എല്ലാ ഏരിയയും പെട്ടെന്ന് കവർ ചെയ്ത് പോകുന്ന രീതിയാണ് ഇൻറ്റൻസീവ് ടീച്ചിങ്. കോംപ്രഹെൻസീവ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായി പഠിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ റെമഡിക്കൽ ടീച്ചിങ് ആണ്. പിന്നെ അടുത്തത് ഇഖ്തർ മിനൽ ആത്തിയത്തി മഹാറാത്തിൽ ഇൻതാജിയത്തിൽ ലുഗവിയ്യ, ലിംഗ്വിസ്റ്റിക് പ്രൊഡക്ടിവിറ്റി സ്കില്ല്. പ്രൊഡക്ടിവിറ്റി സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതല്ല, അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ആ സ്കില്ല് എന്താണ് എന്നാണ് ചോദ്യം. ഇതിൽ മഹാറത്തുൽ കിതാബത്തുണ്ട്, റൈറ്റിംഗ് നമ്മൾക്ക് ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ലല്ലോ, നമ്മൾ എഴുതിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് പ്രൊഡക്ടിവിറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ റൈറ്റിംഗ് എന്തായാലും ഇതിൽ ആൻസർ വരുന്ന ഉറപ്പായി. ഖിറാഅത്ത് അല്ല, ഖിറാഅത്ത് റീഡിംഗ് ആണ്, നമ്മൾ സ്വയം മനസ്സിലാക്കലാണ്. അതുപോലെ ഇസ്തിംതാ എന്ന് പറഞ്ഞാൽ ലിസണിങ്ങും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കണം. അപ്പോൾ ഇത് പ്രൊഡക്റ്റീവ് അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ ആൻസർ മഹാറത്തുൽ കിതാബത്ത് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അൽ മുഅല്ലിമുൻ നാജിഹു, ഒരു നല്ല എക്സ്പെർട്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ മാഹിറുൻ, അതിൽ അയാൾ എന്തിൽ എക്സ്പെർട്ട് ആയിരിക്കണം? സക്സസ്ഫുൾ ടീച്ചർ എന്തിൽ എക്സ്പെർട്ട് ആയിരിക്കണം? തസ്മീയത്തി തുല്ലാബി, വിദ്യാർത്ഥികളെ സൈലൻ്റ് ആക്കുന്നതിൽ. അയാൾ ക്ലാസ്സിലേക്ക് വന്നാൽ എല്ലാവരും മിണ്ടാതിരിക്കും, അതാണോ ബെസ്റ്റ് ടീച്ചർ?
ഇസ്തിഖ്ദാമുൽ വസായില് ടീച്ചിങ് ടൂളുകളൊക്കെ ചോക്ക്, സ്മാർട്ട് TV എല്ലാം ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകനാണോ മികച്ച അധ്യാപകൻ? മുആഖബത്തു തുല്ലാബ് വിദ്യാർത്ഥികളെ പണിഷ് ചെയ്യുന്ന അധ്യാപകനാണോ മികച്ച അധ്യാപകൻ? ഇളാഅത്തുൽ വക്തി വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന അധ്യാപകനാണോ? ഇത് സിമ്പിളായ ചോദ്യമാണ്. നമുക്ക് ഇതിൻ്റെ അർത്ഥം കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അർത്ഥം കിട്ടിയാൽ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. ഇതിലുള്ള 3 നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരേ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലുള്ളൂ. ഇസ്തിഖ്ദാമുൽ വസായിൽ ടീച്ചിങ് ടൂളുകൾ, എല്ലാ ടൂളുകളും ഉപയോഗിച്ച് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ബെസ്റ്റ് അധ്യാപകൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫവായിദുൽ ഇത്തിഖാനി അക്സറ മിൻ ലുഗത്തിൻ. ഒരു ഭാഷയിലേക്കാൾ കൂടുതൽ ഒരുപാട് ഭാഷകൾ നമുക്ക് സ്വീകരിക്കാൻ, കരസ്ഥമാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? സിയാദത്തു ദഖാഇ, നല്ല ബുദ്ധികൂർമ്മത വേണം. തമത്തോ ബി സഖാഫാത്തിൽ ലുഹറ, മറ്റു കൾച്ചറുമായിട്ട് എൻഗേജ് ആവണം, അല്ലെങ്കിൽ മറ്റു കൾച്ചറുമായിട്ട് നമ്മളിങ്ങനെ ഇടപെട്ട് ജീവിക്കണം. ഷുയൂഖത്തുൽ മുബക്കിറ, പെട്ടെന്ന് വയസ്സാവുക. അവലു അസാനിമാൻ, ഒന്നാമത്തും രണ്ടാമത്തതും ഒരേപോലെ ശരിയാണ്. അപ്പോൾ ഇതൊരു ഷുയൂഖത്തുൽ മുബക്കിറ എന്ന് അതിൻ്റെ അർത്ഥം കിട്ടിയപ്പോൾ തന്നെ മനസ്സിൽ ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവില്ല എന്നുള്ളത്. ഇനി ഒന്നാമത്തെ നോക്കാം. നല്ല ബുദ്ധികൂർമ്മത വേണം ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ. അതുപോലെ മറ്റു കൾച്ചറുമായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ഷൻസിൽ ഏർപ്പെടണം, എന്നിൽ മാത്രമാണ് ഭാഷ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവലും അസാനിയും ഒരേപോലെ ശരിയായതുകൊണ്ട് ആൻസർ D ആണ് കറക്റ്റായ ആൻസർ. ഇനി അടുത്തത് മഹാറാത്തുൽ ഖിറാഅത്തുൽ ജഹ്രിയ, ഉറക്കെ വായിക്കുക എന്നുള്ളൊരു കലയുണ്ട്. ആ കലയുടെ ഭാഗമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. സൗത്തുൻ അലാ മിനൽ മുഅ്താദി, നോർമൽ സൗണ്ടിനേക്കാൾ ഉയരത്തിൽ സൗണ്ട് ഉണ്ടാക്കുക, അതൊരു ക്വാളിറ്റി ആണോ? അല്ലല്ലോ. ചോദ്യം എന്താണ്? ലൈസത്ത് മിൻ മഹാറാത്തി അൽ ഖിറാഅത്തിൽ ജഹ്രിയ, അതിൻ്റെ മഹാറത്തിൽ പെട്ടതല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ഇതൊരിക്കലും നല്ലൊരു ക്വാളിറ്റി ആണോ? അല്ല. അപ്പോൾ ഇതതിൽ പെടാത്തതാണ്, നല്ല ക്വാളിറ്റിയിൽ പെടാത്തതായതുകൊണ്ട് ഇതെന്തായാലും ആൻസർ ആകുമെന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്ക് അടുത്തത് നോക്കാം. അൽ ഖിറാഅത്തു സ്വഹീഹ അൽ ഖാലിയ മിനൽ അഖ്ത, തെറ്റൊന്നും കൂടാതെ വായിക്കാൻ കഴിയുക, അതൊരു മഹാറത്താണ്, സ്കില്ലാണ്. ഓക്കെ. അതുപോലെ ഇഖ്റാജുൽ ഹുറൂഫി മിൻ മഖാരിജിഹ, സംസാരിക്കുമ്പോൾ ഹർഫുകളൊക്കെ അതിൻ്റെ മഖറജ്, അതിൻ്റെ ഫൊണറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായ പ്രൊണൗൺസിയേഷനോട് കൂടെ സംസാരിക്കാൻ കഴിയുക, അത് നല്ലൊരു സ്കില്ലാണ്. അപ്പോൾ അതും ഒരിക്കലുമല്ല. അൽ ഇൽത്തിസാമി മവാലിൽ വക്തി സുഹിയത്തി, ചില നിർത്തേണ്ട സ്ഥലം ഉണ്ടാവും, വഖഫ് ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ ഇത് 3 സ്കില്ലാണ്. ഇത് സ്കില്ലല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ശരിയായ ആൻസർ A ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഖ്തറ സ്വഹീഹ അൻ ഇക്തിസാബിൽ ലുഗത്തി വ തഅല്ലുമിൽ ലുഗത്തി, ലാംഗ്വേജ് ലേണിങ്ങിനുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. തഅല്ലുമു അമലിയത്തുൽ ലാ വാഇയ, ഈ ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളത് അമലിയത്തുൻ ലാ വാഇയ, അതൊരു പെട്ടെന്ന് ബുദ്ധി ഉപയോഗിക്കാതെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അൺകോൺഷ്യസ് ആയി ചെയ്യേണ്ട പ്രോസസ്സാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാവോ? അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണോ ലേണിംഗ്? അല്ല, കോൺഷ്യസ് ആയി ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതൊരിക്കലും ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി അടുത്ത് നോക്കാം. അൽ ഇക്തിസാബു ബി ഷക്ലിൻ തിൽക്കായിൻ, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ സ്വയം മലയാളം പഠിച്ചത് എങ്ങനെയാണ്? പഠിപ്പിച്ച് സ്കൂളിൽ പോയിട്ട് അക്ഷരങ്ങൾ എണ്ണി പഠിച്ചിട്ടാണോ? അല്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം. അൽ മുമാറസത്തു, പ്രാക്ടീസ് എന്നുള്ളത് ലൈസത്ത് ഷർത്തല്ലി തഅല്ലുമി, അത് ലേണിങ്ങിൻ്റെ ഒരു ഷർത്തല്ല, കണ്ടീഷൻ അല്ല. അത് ഉണ്ടെങ്കിൽ ഉഷാറാകും, പക്ഷേ എല്ലായ്പ്പോഴും അത് ഉണ്ടെങ്കിൽ മാത്രമേ ലേണിംഗ് നടക്കൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. പിന്നെ ജമിയ മാദുക്കർ ഒരിക്കലും ആകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അൽ ഇക്തിസാബു ബി ഷക്ലിൻ തിൽക്കായിൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. ലൈസത്ത് മിൻ ഫവായിദിൽ അമലിൽ ജമാഇ ഫി ദറസത്തി, ടീച്ചറെ ക്ലാസ്സിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കും, അതാണ് അൽ അമലുൽ ജമായി, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ടീം വർക്ക്. അപ്പോൾ ടീം വർക്കിൻ്റെ ഒരു ഫവായിദ്, ഒരു ഉപകാരം, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഈ 4 നിന്ന് ഏതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റിൻ്റെ ബെനിഫിറ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. തബാദുൽ അഫ്കാരി, ഗ്രൂപ്പ് ആക്ടിവിറ്റി മൂലം വിദ്യാർത്ഥികളുടെ ചിന്താമണ്ഡലങ്ങൾ, എക്സ്ചേഞ്ചുകൾ, ഒരാൾക്ക് തോട്ട് എക്സ്ചേഞ്ചുകൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരു കുട്ടി ഒരു കാര്യം പറയുമ്പോൾ, ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇയാൾക്കറിയാത്ത അയാൾ പറഞ്ഞു കൊടുക്കും, അപ്പോൾ ചിന്തകൾ മറ്റുള്ളവർക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അറദുൽ മഹാറത്തിൽ ഫർദിയ, ഓരോ വിദ്യാർത്ഥികളുടെയും ഇൻഡിവിജ്വലായ സ്കില്ല് നമുക്ക് ബോധ്യപ്പെടും. ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഉത്തരം പറയാത്ത കുട്ടി ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ അയാളുടെ സ്കില്ല് വ്യക്തമാക്കാം. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സുറാത്തുള്ളതായി, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഒറ്റയ്ക്കൊരു കുട്ടി ചെയ്ത് തീർക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഗ്രൂപ്പ് വർക്കിലൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത തറാബത്തു സെൽബിയ, നെഗറ്റീവായ കണക്ഷൻസ് ഉണ്ടാകും.
നെഗറ്റീവായ കണക്ഷൻസ് ടീച്ചറുടെ മേൽനോട്ടത്തിൽ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഇതൊരു ബെനിഫിറ്റായ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ബെനിഫിറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റായ ആൻസർ അത്തറാബുത്തു സെൽബിയ എന്നാണ്. ഇനി അടുത്തത് മഹാറാത്തി തൊർഹിൽ അസ്ഇലത്തി. ടീച്ചറെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നതൊരു കലയാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുക എന്നുള്ള കലയുടെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തത് തൗജീഹു സുആലിൽ ജമീ തുല്ലാബി. എല്ലാ കുട്ടികളോടും ചോദ്യം ചോദിക്കണം. അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ? ആണ്, എല്ലാവരോടും ചോദിക്കണം. എല്ലാവരും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ എന്നോട് മാത്രം ചോദിച്ചു, ഒരു അനീതിയുടെ രീതി അവിടെ ഉണ്ട്. അപ്പോൾ അത് ചോദിക്കണം. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ തൗജീഹുൽ അസ്അലതി ബി തസൽസുലി. കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിന് പിറകെ ഒന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു പോസിറ്റീവായ ക്വാളിറ്റി ആണോ? അല്ല. ആവശ്യത്തിന് വിദ്യാർത്ഥികൾ ടൈമൊക്കെ എടുത്തിട്ട് ആലോചിക്കാൻ, അവർക്ക് മനസ്സിലാകാനാണല്ലോ പ്രധാനം. അപ്പോൾ ഇതൊരു നല്ലൊരു പോസിറ്റീവായ ക്വാളിറ്റി അല്ല. ഇനി അടുത്തത് അൽ അദുലു ഫി തൗസീഇൽ അസ്ഇലത്തി അല തുല്ലാബി. വിദ്യാർത്ഥികളുടെ മേലിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വിതരണം ചെയ്യുന്ന അവസരത്തിൽ അതിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. ചില ആളുകളോട് വളരെ പ്രയാസമുള്ള ചോദ്യം ചോദിച്ചു, എന്നാൽ ചില ആളുകളോട് സിമ്പിളായ ചോദ്യം ചോദിച്ചു. അപ്പോൾ അതൊരു വിദ്യാർത്ഥികൾക്കിടയിലെ ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ടീച്ചർ എന്നെ മെയിൻറ്റെയിൻ ചെയ്യണില്ല, അല്ലെങ്കിൽ എന്നോട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ കാണിക്കണം. അപ്പോൾ ഇത് നല്ലൊരു പോസിറ്റീവായ ക്വാളിറ്റിയാണ്. നാലാമത്തെ ഓപ്ഷൻ വക്തൻ കാഫിയലി തഫ്കീരി. വിദ്യാർത്ഥിക്ക് ആൻസർ പറയാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ നല്ലൊരു പോസിറ്റീവായ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിൽ തൗജുൽ അസ്ലത്ത് ബിസൽസുലി, കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു നെഗറ്റീവായ ക്വാളിറ്റി ആയിട്ട് ഉള്ളത്. നമുക്ക് അതൊരു സ്കില്ലല്ല. ഇനി അടുത്തത് മിൻ വലായിഫുൽ ലോകത്തിൽ ലാംഗ്വേജിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇത് സിമ്പിൾ ചോദ്യമാണ്. അൽ വല ഇക്തിസാദിയ, എക്കണോമിക്കൽ ഫംഗ്ഷൻ. ലാംഗ്വേജിൻ്റെ മെയിൻ പർപ്പസ് എക്കണോമിക്കൽ ഫംഗ്ഷൻ ഒരിക്കലും ആവില്ല. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം എന്ന് ബോധ്യപ്പെട്ടു. തഫാവുലർ ഇൻട്രാക്റ്റീവ് ഫംഗ്ഷൻ ആവാം. അഷഖ്സിയ പേഴ്സണൽ ഫംഗ്ഷൻസ് ഉണ്ടാവാം. റംസിയ സിംബോളിക് ആക്ഷനൊക്കെ ലാംഗ്വേജിൽ പെട്ടതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ അൽ വലീഫത്തുൽ ഇക്തിസാദിയാണ് ശരിയായ ആൻസർ. പിന്നെ അൽ മുതമയ്യിസു ബി ദക്കാഇൽ മക്കാനി, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ 9 ഇൻ്റലിജൻസ് പഠിച്ചു. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് ഗാർണറുടെ തിയറി 9 ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ അതിൽ സ്പേഷ്യൽ അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. അൽ മുസവിർ, ചിത്രകാരൻ കാഴ്ചയുമായി ബന്ധപ്പെട്ടാണല്ലോ ചിത്രം വരയ്ക്കണമൊക്കെ. അപ്പോൾ ഇതെന്തായാലും ഇതിൽ പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടു. ഷായർ, കവി സ്പേഷ്യൽ അല്ല. കവിയെ വർണ്ണിക്കുന്നത് അയാളുടെ ഭാഷയിൽ നിന്നാണ്. അത് വെർബൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് കവി അതിൽ പെടൂല. അൽ മുഹന്ദിസ്, എഞ്ചിനീയറിങ്, അയാൾ ആർക്കിടെക്റ്റ് ഒക്കെ നിർമ്മിക്കുന്നത് വിഷ്വലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതും ഈ സ്പേഷ്യലിൽ പെടും. അപ്പോൾ അതുകൊണ്ട് അൽ അവൽ വസാലിസ് എന്ന ഡി ആണ് കറക്റ്റായ ആൻസർ. ഇനി അടുത്തത് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നാണ് ചോദ്യം. ലെക്സിക്കോളജി എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് സ്ട്രക്ചറിനാണ് പറയുക. മോർഫോളജി വേർഡ് സ്ട്രക്ചർ, സെമാൻറ്റിക് മീനിങ്സ്, ഫോണറ്റിക്സ് സൗണ്ട്. അപ്പോൾ ഇതിൽ ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. ഓക്കെ, 44 ലെറ്ററുകൾ, ഓരോ വാക്കിനും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് പറയുന്ന സൗണ്ടാണ് ഫോണറ്റിക്സ്. അത് ക്ലിയർ ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെമാൻറ്റിക് വാക്കിൻ്റെ അർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട പഠനമാണ്. മോർഫോളജി വേർഡിൻ്റെ സ്ട്രക്ചർ, നമ്മൾ അറബിയിൽ ഇൽമു സർഫ് എന്നൊക്കെ പറയും, അതാണ് മോർഫോളജി. ഓക്കെ, ആ പദത്തിൽ നിന്ന് ഏതൊക്കെ പദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എവിടെ നിന്നാണ് വന്നത് എന്നുള്ള പഠനമാണ് മോർഫോളജി. സെൻറ്റൻസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പഠനം ലെക്സിക്കോളജി അല്ല. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്ന പഠനം സിൻടാക്സ് ആണ്. ഓക്കെ, സിൻടാക്സ്. അപ്പോൾ ഇതിൽ കറക്റ്റായ ആൻസറാണ് 3 എ മാത്രമാണ് കറക്റ്റ് അല്ലാത്തത്. ഇനി അടുത്തത് അൽ മൻഹജു ദിറാസിക്ക് അറബിയിൽ പറയുന്ന പദം എന്താണ്? എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അല്ല, ട്രെയിൻ പ്രോഗ്രാം അല്ല, ലേണിംഗ് ടൂൾ അല്ല, കരിക്കുലമാണ് മൻഹജു ദിറാസിയുടെ അറബി വേർഡ്. അതിന് സിലബസ് എന്നും പറയാറുണ്ട്. ഇനി അടുത്തത് മാല യസിഹു അനി ദക്കാഅത്തിൽ മുതഅദ്ദിദ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും ചെറിയ ബന്ധമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് ദക്കാഅത്തു അൻവാഉൻ മുതഅദ്ദിദ, ഇൻ്റലിജൻസ് പലതാണ്, ഒരുപാട് ഇൻ്റലിജൻസ് ഉണ്ട് 9 അതിൽ ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നീട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കുദറത്തുൻ നഫ്സിയത്തുൻ ബയോളജിയ കാമിന, അത് നമ്മുടെ ബയോളജിക്കലി മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഇൻ്റലിജൻസ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റലിജൻറ്റ് മനുഷ്യൻ്റെ ഉള്ളിൽ 9 നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ബയോളജിക്കൽ ഫംഗ്ഷനാണ്, ശരിയാണ്. അല്ലാതെ അത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ല, എല്ലാവരിലും ഉണ്ടാകും.
പിന്നെ അടുത്തത് അദ്ദഖാഅത്തു, ഈ ഇന്റലിജൻസ് തഖ്തലിഫു തബായനു ബൈനൽ അഫ്രാദി, ഓരോ വ്യക്തികൾക്കും എല്ലാവർക്കും വെർബൽ ആണ്, എല്ലാവർക്കും ഇന്ററാക്റ്റീവ് ആണ്, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ ജനറ്റിക്കലി അല്ലെങ്കിൽ അവരുടെ എൻവിറോൺമെന്റ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇന്റലിജൻസ് മാറാം. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് മൂന്നും ശരിയായത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് തെറ്റാവും. നോം ചോസ്കി ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഫാദറാണ്. അപ്പോൾ ഇത് ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നോം ചോസ്കി. ഇയാൾക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇതാണ് കറക്റ്റായ ആൻസർ. ഇനി അടുത്ത തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. മൻതിഖത്തു നുമുവിൽ ഖരീബ അൽ മർക്കസിയ. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരിയായ ഇംഗ്ലീഷ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ശരിയായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഗൈഡിന്റെ സഹായത്തോട് മൂലം ഒരു കുട്ടി പഠിക്കുന്നു. കുട്ടി പഠിച്ച് ഗൈഡിന്റെ സഹായം ഇല്ലാതെ സ്വയം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആ സുലൂക്കിയാത്തു അല്ലത്തി സതതവറു ഫിൽ മുസ്തഖ്ബലി ഖരീബിൻ. ഇതിലൊരു ബിഹേവിയർ, സുലൂക്കിയാത്ത് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ആണ്. സതതവർ, അത് ഡെവലപ്പ് ആകുന്നു. ഫിൽ മുസ്തഖ്ബൽ ഖരീബി, വളരെ വരുന്ന കാലത്ത് ഫ്യൂച്ചറിൽ നമ്മുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ശരിയാണ്, ഡെവലപ്മെന്റിൽ മാറ്റം വരും. കുട്ടി ഒരു ഗൈഡിന്റെ സഹായം മൂലം ഡെവലപ്പ് ആകും. അടുത്തത് സുലൂക്ക് അഖ്റബു ഇല ളുഹൂരി ഫി അയ്യി വഖ്തിൻ. ഇതിൽ നമ്മുടെ ബിഹേവിയർ ഏത് സമയത്തും വെളിവാകാം. ഓക്കെ, ബിഹേവിയർ മാറ്റം വരാം, എന്തെങ്കിലും നന്നാവാം, കേടാവാം, എന്തുണ്ടാവാം. അപ്പോൾ ഒരു മാറ്റം ഇതിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഹിയൽ മുസ്തവൽ അല അല്ലദി യുംകിനുൽ വുസൂലു ബിൽ മുസാഅദത്തി. ഒരു ആളുടെ ഹെൽപ്പ് കൊണ്ട്, ഒരു ഗൈഡിന്റെ സഹായം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും അങ്ങേ തലത്തിലുള്ള ഒരു ഹയർ സ്റ്റേജ് ആണ് എന്നാണ് പറഞ്ഞത്. ഹയർ സ്റ്റേജ് ഒന്നുമല്ല, ഇതുമൂലം മാറ്റങ്ങൾ ഉണ്ടാവും. ഇതല്ലാതെയും ഒരുപാട് സ്റ്റേജുകളുണ്ട്, ഹയർ സ്റ്റേജ് ഒക്കെ മാറ്റമുണ്ട്. അപ്പോൾ ഇതൊരു ഹയർ സ്റ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ആൻസർ ഡി ആണ് കറക്റ്റായ ആൻസർ. ഇനി അടുത്തത് തസ്തമിലു തർബിയ അതായത് ഇഹ്തിയാജാത്തിൽ ഖാസ, പ്രത്യേക പരിഗണന എഡ്യൂക്കേഷൻ ലെവലിൽ കിട്ടേണ്ടത് ആരൊക്കെയാണ് എന്നാണ്. ആഖത്തുൽ അഖ്ലിയ, ഈ ബുദ്ധിപരമായിട്ടുള്ള ഈ ഇന്റലിജൽ ഹാൻഡിക്യാപ്ഡ് ആയ ആളുകൾക്ക്. പിന്നെ ഇയാഖത്തു സമീയ, കേൾവിയിൽ പ്രശ്നമുള്ള ആളുകൾക്ക്. അതുപോലെ അലിയാഖത്തുൽ ബസ്രിയ, കാഴ്ചയിൽ പ്രശ്നമുള്ള ആളുകൾക്ക്. ഇവർക്ക് എല്ലാവർക്കും പരിഗണന കിട്ടണം. അതുകൊണ്ട് ജമിഉ മാ ദുക്കിറയാണ് ശരിയായ ആൻസർ. അടുത്തത് CCE എന്ന വാക്കിന്, CCE എന്ന കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, നിരന്തരമായി വിദ്യാർത്ഥികളെ പരിശോധിക്കുന്ന രീതിയാണ് CCE. അപ്പോൾ അതിൻ്റെ അറബി എന്താണ് എന്നാണ്. അപ്പോൾ ഇത് തന്നെ വാക്ക് തന്നെ നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് പറഞ്ഞാൽ മുസ്തമിർ. ഇതിൽ മുസ്തമിർ എന്നുള്ളത് രണ്ടിടത്ത് വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വാല്യുവേഷൻ തഖ്വീം എന്നാ പറയാം. അപ്പോൾ ഇനി ഇത് രണ്ടിൽ പിന്നെ കോംപ്രഹെൻസീവ് ആണ്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ അറബി മുസ്തഇബ് എന്നാണ്. നിഹായി പറഞ്ഞാൽ ഫൈനലാണ്. ഫൈനൽ റിസൾട്ട് അല്ല CCയിലുള്ളത്. CCയിലാണ് വിദ്യാർത്ഥിയെ ഓരോ ദിവസം അയാൾ എത്ര പഠിച്ചു, എത്ര ഡെവലപ്മെന്റ് ഉണ്ടായി, ഓരോ സ്റ്റേജും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെക്ക് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതിൻ്റെ അറബി അത്തഖ്വീം അൽ മുസ്തമിറു വൽ മുസ്തഇബു എന്നുണ്ട്. അത്തഖ്വീം മുസ്തമിറു ഷാമിൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് തദ്രീബുൽ മുഅല്ലിമീൻ. ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഏതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഭാഗമായി അല്ലാത്തത്? ഒന്നാമത്തെ തഹ്സീനു മഹാറാത്തിൻ മആരിഫ്, ഒരു ടീച്ചറുടെ എബിലിറ്റിയും അയാളുടെ നോളജൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്തുന്നത്. അതൊരു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ യത്തസിമുബി തഗയ്യുറുൽ കൈഫി വൽ കമ്മി. കൈഫിയത്ത് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയാണ്, കമ്മിയത്ത് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഓരോ അറിവിൻ്റെയും അയാളുടെ പ്രകടനപരതയുടെയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ശരിയായ ആൻസർ ആവില്ല. പിന്നെ ആ ഇക്തിസാബ് മഹാറ തദ്രീസിയ, ടീച്ചിങ് സ്കില്ല് വർദ്ധിക്കും ട്രെയിനിങ് കിട്ടിയാൽ, അതും ശരിയാണ്. റിദൽ മുദീരിൻ, മാനേജറുടെ താല്പര്യം വർദ്ധിക്കും. മാനേജറുടെ താല്പര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അതിൻ്റെ നല്ലൊരു പോസിറ്റീവായ വശമല്ലാത്തത് കൊണ്ട് റിദൽ മുദീരിനാണ് കറക്റ്റായ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് മീൻ അലാമാത്തി ദക്കായി ലുഗവി, വെർബൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് പറയേണ്ടത്. ഹുബുൽ ഖിറാഅത്തി വൽ കിതാബത്തി, വായനയോടുള്ള താല്പര്യം വെർബൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് കറക്റ്റാണ്. അൽ ഖുദ്റത്തു അല ഫഹമി സൗത്തി, മറ്റുള്ള ആളുകളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കാനുള്ള. വെർബൽ എന്ന് പറഞ്ഞാൽ വായനയും സംസാരമൊക്കെ അതിൽ പെടും. അപ്പോൾ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ളൊരു ത്വര ഇയാൾക്ക് ഉണ്ടാവും. അപ്പോൾ അതും അതിൻ്റെ ഒരു ഉദാഹരണമാണ്.
പിന്നെ അൽ ജംഉ അൽ കുത്തുബിൽ ലുഗവിയ, ഭാഷാ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് വർക്കുകൾ അങ്ങനെ ഒരുമിച്ച് കൂട്ടാം, വായിക്കണില്ല. അപ്പോൾ ഇത് വായന ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് അതിൽ പെടുത്താൻ പറ്റില്ല. അൽ അവൽ വസാനി എന്നുള്ളതാണ് കറക്റ്റായ ആൻസർ. ഇത് പുസ്തകം കളക്ട് ചെയ്യാനുള്ളൂ. ഇതൊരു സൈക്കോളജിക്കൽ സെൻ്ററാണ്. ഇതിന് ബിബ്ലിയോമാനിയ എന്നാണ് പറയുന്നത്. ബിബ്ലിയോമാനിയ, ബിബ്ലിയോ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിനാണ് പറയാം, ബിബ്ലിയോഗ്രഫി എന്നൊക്കെ കേട്ടില്ല. ബിബ്ലിയോമാനിയ അതൊരു സൈക്കോളജിക്കൽ സെൻ്ററാണ്. പുസ്തകം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാം, ഒന്നും വായിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റായ ആൻസർ അൽ അവൽ വസാനി എന്നുള്ളതാണ്. ത്വരീഖത്തുൽ ഇൽഖാഇയ്യ, ഇൽഖാഇ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നു, ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ എൻഡിങ് വരെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞ് കുട്ടിക്ക് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നു. ആ മെത്തേഡ് അതാണ് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ അതിൽ ഇൽഖാ ഉൽ മഅലൂമാത്ത് അല തുല്ലാബി, വിദ്യാർത്ഥികളുടെ മേലിൽ അറിവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മെത്തേഡ് പറയാം. അതിൻ്റെ ഒരു ഡെഫിനേഷനാണിത്. ത്വരീഖത്തുൽ ഹദീഥ, ഇൻറ്ററാക്റ്റീവ് മെത്തേഡ് അല്ല, ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ടീച്ചർ മാത്രമാണ് അവിടെ പ്രധാന റോളുള്ളത്. പിന്നെ അൽ മുതഅല്ലിമു ഹുവൽ മിഹ്വറുൽ അസാസി, പ്രധാന കഥാപാത്രം അവിടെ പ്രധാന പോയിന്റ് അല്ലെങ്കിൽ സെൻറ്റർ ടീച്ചറാണ്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താണ്? ആ ത്വരീഖത്തുൽ ഇൽഖാഇയ്യ, ഈ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്താണ് എന്നാണ് ചോദിച്ചത്. ഇതതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശരിയായ ആൻസർ ഇൽഖാഉൽ മഅലൂമാത്തി അല തുല്ലാബി എന്നുള്ളതാണ്. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദ്യം. യക്തറു മിൻ ഹദ്റിൽ വക്തി വൽ മാലി, ഒരുപാട് സമയവും പണമൊക്കെ വേസ്റ്റ് ആവും. അതൊരിക്കലും പോസിറ്റീവായ ഗുണമല്ലല്ലോ. രണ്ടാമത്തെ ഫിഖ്ദാനു തർക്കീസ്, ഒരു പ്രത്യേക പോയിന്റ് ശ്രദ്ധ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് പോസിറ്റീവായ ഗുണമല്ലല്ലോ. പിന്നെ ഫുർസത്തുൻ അക്ബർ, വലിയൊരു ചാൻസ് ആണ് ഫി തൗസീ മസാദിൽ മാരിഫത്ത്, നമ്മുടെ അറിവിൻ്റെ വൃത്തങ്ങളെ വിശാലമാക്കുവാൻ സാധ്യമാകുന്ന ഒരു പ്രധാന സോഴ്സ് ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അത് ശരിയായ കറക്റ്റാണ്. കുല്ലുൻ സഹീഹുൻ അല്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് മാ ലാ യുലായിമു ബി സിഫാത്തിൽ മുസ്തമിഇൽ ജയ്ദ്, നല്ല ലിസണറുടെ ക്വാളിറ്റി അല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ തഫക്കുഖു ഫി തറാക്കിബ്, സെൻറ്റൻസുകളുടെ ഇടയിൽ ഡിസ്ഇൻറ്റഗ്രേഷൻ, ഒന്ന് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ അവിടെയും ഇങ്ങോട്ടും ചിന്നിച്ചിതറിയ ഒരവസ്ഥ, അത് നല്ലൊരു ക്വാളിറ്റി അല്ല. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ ശരിയായ ആൻസർ. ഇതിൻ്റെ അർത്ഥം ഇന്തിബാൽ മസ്, നല്ല ശ്രദ്ധയുള്ള നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ അൽ ഖുദ്റത്തു അല ഇൽതിഖാത്തിൽ അഫ്കാരി റഈസിയ, പ്രധാന പോയിന്റുകളൊക്കെ പറഞ്ഞാൽ അയാൾക്ക് പറയാൻ കിട്ടും, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഫഹമുൽ മാദത്തിൽ മസ്മ, എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കണ്ടന്റ് വളരെ കൃത്യമായി അയാൾ പറയും. അപ്പോൾ അതും പോസിറ്റീവായ ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത് ബിൽ മഹാറാത്തി തഹദ്ദുസി, സംസാരത്തിൻ്റെ ക്വാളിറ്റിയിൽ പെടാത്തത് ഏതാണ്? ആ തഅബീറുൽ വാദിഹ്, നല്ല കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം, നല്ലൊരു ക്വാളിറ്റിയാണ്. ഇസ്തിഖ്ദാമുൽ കലിമാത്തിൽ മുഅഖിദ, മുഅഖിദ ആർക്കും മനസ്സിലാവാത്ത വാക്കുകൾ, കെട്ടിക്കൊടുക്കുള്ള വാക്കുകൾ ഉപയോഗിക്കണം, അത് നല്ല ക്വാളിറ്റിയാണോ? അല്ല. സംസാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമാദുജു വൽ അംസില, ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക, അത് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ മുറാഅത്തു ഹറക്കത്തുൽ യദൈനി വൽ ജിസ്മി, ബോഡി ലാംഗ്വേജ് ഒക്കെ കീപ്പ് ചെയ്യുക, അതും നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാലാ യുലായിമു ബി തഅരീഫിൽ ലുഗത്തി, ഭാഷയുടെ താരീഫ് ഡെഫിനിഷനുമായി ബന്ധപ്പെടാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. അസ്വാദും തഅബീരിയ, സൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ അസ്വാത്ത് ഉണ്ട്, ഇവിടെ റുമൂസ് ഉണ്ട്, സൗത്തിയ അവിടെ സൗത്ത് ഉണ്ട്, പിന്നെ ഇവിടെ മാലൂമാത്ത് സൗത്തിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹയാത്തുൽ ഇക്തിസാദിയ, എക്കണോമിക് ലൈഫ്, അതൊരു ബന്ധമില്ലാത്തൊരു ഓപ്ഷനാണ്. സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അടുത്തത് അൽ ഖവായിദുൽ ആലമിയ, ഇത് നിങ്ങൾ സിലബസിൽ പഠിച്ചൊരു കാര്യമാണ്. അൽ ഖവായിദുൽ ആലമിയ ഭാഷയുമായി ബന്ധപ്പെട്ട നിയമമാണല്ലോ, അതാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്. അൽ മബാദിൽ മുഷ്തരിക ബൈനുൽ ഉലമാ, സ്കോളേഴ്സിൻ്റെ ഈ ഒരു ഐഡിയോളജി കോമൺ ഐഡിയോളജി ആണോ? അല്ല, ഇത് സിമ്പിളായിട്ട് ഭാഷകൾക്കിടയിലുള്ള ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസ് ആണ്, കോമൺ പ്രിൻസിപ്പിളാണ് അൽ ഖവായിദുൽ ആലമിയ. പിന്നെ ഇദാറത്തു സുഫി, ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലിൽ പെടാത്തത് എന്താണെന്നാണ് ചോദ്യം. മുഷാഹദത്തു ജമീഅത്തുൽ തലാമിദി ബി സുഹൂലത്തിൻ, എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ നോക്കി കാണാനുള്ള കഴിവ് ടീച്ചർക്ക് ഉണ്ടാകുക, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് എന്തായാലും അല്ല. പിന്നെ തൗഫീർ അദവാത്തിൻ വസായില മുലായിമത്തിൽ അത്ഫാലി, കുട്ടികൾക്ക് ആപ്റ്റായ ടൂളും ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിക്കുക. വലിയ കുട്ടികളാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കേണ്ടി, ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ടീച്ചർ അങ്ങനെ ഉപയോഗം കഴിയുന്ന ടീച്ചർ നല്ലൊരു ടീച്ചറാണ്. തൗഫീർ കുല്ലിൽ മുഷ്താത്തിൽ ഇന്തിബാഹി മിനൽ ഫസ്ലി, ക്ലാസ്സിൽ ഡിസ്റ്റർബ് ആകുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റും അവിടെ കൊണ്ടുവന്ന് വെക്കുക. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. അത് നമുക്ക് അർത്ഥം കിട്ടിയാലും ആൻസർ പെട്ടെന്ന് കിട്ടും. അർത്ഥം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം.
പിന്നെ തഹദീദു അമാക്കിൻ അൽ അമലിൽ ജമായി ഗ്രൂപ്പ് ആക്ടിവിറ്റിൻ്റെ സ്പോട്ടുകളൊക്കെ ആദ്യം വ്യക്തമാക്കി വെക്കുക. എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന ആക്ടിവിറ്റി കൊടുക്കും അങ്ങനെയൊക്കെ ആദ്യം ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്ത് ടീച്ചർ പോവുക. അങ്ങനെ പ്ലാൻ ചെയ്ത ടീച്ചറും നല്ല ടീച്ചറാണ്. അപ്പോൾ ഇതിൽ ആൻസർ സി ആണ് ശരിയായ ആൻസർ. എന്ന് വെച്ചാൽ അതിൽ തെറ്റായ ക്വാളിറ്റി അതാണ് ഉത്തരം ശരിയായത്. ഇനി ഇതിൽ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. തൻലീമുൻ വ തഖ്തീത്തുൽ അൻഷിദത്തിൽ മുതഅല്ലിമീൻ വിദ്യാർത്ഥികളുടെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഒക്കെ ഉള്ള പുസ്തകത്തിനാണ് സിലബസ് എന്ന് പറയുക. അല്ലല്ലോ, ടീച്ചർ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ അൽ അൻഷിദത്തു ദാഖിൽ മദ്രസത്തു ഖാരിജ മദ്രസക്ക് ഉള്ളിലും സ്കൂളിന് ഉള്ളിലും പുറത്തും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ച രേഖയാണ്. അല്ല അൽ കിതാബുൽ മുഖാർ ഒരു പ്രിസ്ക്രൈബ്ഡ് ബുക്കാണ്. വൽ മൻഹജുദ്ദീൻ അതാണ് സിലബസ് ആണ്. പ്രിസ്ക്രൈബ്ഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്ന പോർഷൻ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. അൽ മജ്മുഅത്തു മിനൽ മവാദി വൽ മുഖററാത്തി ദിറാസിയ്യ കരിക്കുലത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ റിസോഴ്സുകളൊക്കെ വ്യക്തമാക്കുന്ന പുസ്തകമാണ്. അല്ല, അതൊക്കെ ബ്രോഷറിലാണ് അതിൻ്റെ കരിക്കുലൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഖ്തർ അൽ ഖത്തൽ ജമീൽ അസറുൽ ഖത്തിൽ ജമീൽ അല നഫ്സി നല്ല ഹാൻഡ് റൈറ്റ് ഉണ്ടായാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നാണ് ചോദ്യം. തസബ്ബുബ് ലൗഫുൽ ഇഹ്തിറാമി ദാത്തി സെൽഫ് എസ്റ്റീം കുറയും. യസീദു മിന സിഖത്ത് ബിൻ നഫ്സ് സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇലാഫ് ദിമാഗി ബുദ്ധി കുറവുണ്ടാവും. ജമിയു മാദുക്കറ ഇതിൽ ഒന്ന് മാത്രമേ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. അത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മോട് തന്നെയുള്ള ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. ആ താലിമു താവുനി കോമ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ അറബിയാണ്. ആ താലിമു തഷാറുഖി എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ ആണ് പറയുക. ഇദാറത്തുൽ ഫസ്ൽ ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്, സ്കൂൾ മാനേജ്മെൻ്റ് അല്ല. അപ്പോൾ ഇതാണ് ഇതിൽ തെറ്റായ ആൻസർ. തഫാഉലു തിൽമീദി മഅൽ മുഅല്ലിമീൻ ടീച്ചർ പീപ്പിൾ അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻറ്ററാക്ഷന് പറയുന്ന അറബിയും അതും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് 30 ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. അറബി പെഡഗോജിയിലുള്ള വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രൻ ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.